നമ്മൾ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പാഠമാകാം. പക്ഷേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ: ആരെയും എളുപ്പത്തിൽ വിശ്വസിക്കരുത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സംഭവവും അത്തരത്തിൽ ഒന്നാണ്. ഇത് വളരെ സങ്കീർണവും സെൻസിറ്റീവുമായ കേസായതിനാൽ ഇരകളുടെ യഥാർത്ഥ പേരുകൾ എവിടെയും പരാമർശിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ തന്നെ ചില പേരുകൾ നൽകിയിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് മാസം മധ്യപ്രദേശിലെ ഭോപ്പാൽ അവൻപൂരിൽ താമസിക്കുന്ന 34-കാരിയായ ആശ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ദുഃഖിതയായിരുന്നു. അവൾ ആരോടും സംസാരിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആയത്? ഇതൊന്നും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യമായി തന്നെ മാറി. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർ മനസ്സിലാക്കി, ആശയ്ക്ക് ജീവിക്കാൻ പോലും ഇനി പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയാണെന്ന്. അവളോട് സംസാരിക്കാൻ പോലും അവർക്ക് വലിയ ബുദ്ധിമുട്ടായി. കാരണം അവൾ അത്യന്തം നിരാശയിലായിരുന്നു. അങ്ങനെ ആശ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ധൈര്യമെല്ലാം അവലംബിച്ച് ആശ തൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ എല്ലാം തുറന്നു പറയാൻ തുടങ്ങി. ആശ സംഭവിച്ച എല്ലാം വിവരിക്കുമ്പോൾ അത് കേട്ടിരുന്ന എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി. അവൾ പറഞ്ഞ് കേട്ട ഉടനെ കുടുംബാംഗങ്ങൾ സമയം കളയാതെ ആദ്യം ആശയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കൗൺസിലിങ്ങിനിടെ ആശ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്കൊരു വലിയ സത്യം മനസ്സിലായത്. അത് മനസ്സിലായ ഉടൻ തന്നെ അവൾ നേരെ ബാഗേശ്വരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്താണ് ആശ മനസ്സിലാക്കിയത്? എന്തുകൊണ്ടാണ് അവൾ അപ്രതീക്ഷിതമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്? അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നത്. 2025 ഉത്തരേന്ത്യയിൽ വലിയ ഭീതി ഉണ്ടാക്കിയ ഒരു കേസാണിത്. പ്രത്യേകിച്ച് ഒരു ജീവിതം അവസാനിച്ച് മറ്റൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളിൽ ഇത് വലിയ ഭീതി തന്നെ സൃഷ്ടിച്ചു. എല്ലാ സ്ത്രീകളും, പ്രധാനമായും മാതാപിതാക്കൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അതായത് ഈ സംഭവത്തിന് കൃത്യം 1 വർഷം മുൻപ് ആശ ഒരു സ്വകാര്യ ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയുമുള്ള ഒരു പെൺകുട്ടി. പക്ഷേ വ്യക്തി ജീവിതത്തിൽ അവൾ സന്തോഷവതിയായിരുന്നില്ല. വിവാഹ ജീവിതം വിജയിച്ചില്ല. ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി അവൾ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ അതല്ല അവളുടെ മാനസിക വിഷാദത്തിന് കാരണം. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതിന് പിന്നിൽ. കുറച്ചുകാലം ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ആശ തൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം എന്ന് തീരുമാനിച്ചു. അതിനായി ഒരു അനുയോജ്യനായ ജീവിത പങ്കാളിയെ തേടാൻ തുടങ്ങി. അവൾ തൻ്റെ എല്ലാ വിവരങ്ങളും ഷാദി.com എന്ന ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾക്ക് അവിനാശ് എന്ന ഒരാളെ പരിചയമായി. അവിനാശിനും ആശയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ ആശയോട് സംസാരിക്കാൻ തുടങ്ങി. താൻ സ്റ്റീൽ ബിസിനസ്സിലാണ് ജോലി ചെയ്യുന്നതെന്നും തൻ്റെ അമ്മയും 5 വയസ്സുള്ള മകനും കൂടെയാണ് താമസിക്കുന്നതെന്നും അവൻ പറഞ്ഞു. അവിനാശ് മുൻപ് വിവാഹിതനായിരുന്നു. പിന്നീട് വിവാഹമോചനം നേടിയവനാണ്. ഇപ്പോൾ തൻ്റെ അമ്മയെയും 5 വയസ്സുകാരനായ മകനെയും നല്ല രീതിയിൽ നോക്കിക്കൊള്ളാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അവൻ ആശയോട് തുറന്നു പറഞ്ഞു. തൻ്റെ പ്രതീക്ഷകളെല്ലാം അവൻ വ്യക്തമാക്കിയിരുന്നു. അവൻ്റെ തുറന്ന സ്വഭാവം കണ്ട ആശയ്ക്ക് ഏറെ സന്തോഷമായി. ദൈവം തൻ്റെ ജീവിതം ശരിയാക്കാൻ ഒരു 2ാം അവസരം നൽകിയിരിക്കുകയാണെന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ വന്നു. ഇപ്പോൾ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി. അവർ സ്ഥിരമായി സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു അടുപ്പം പ്രണയമായി മാറി. ആശ അവിനാശിന്റെ വീട്ടിലേക്കും അവിനാശ് ആശയുടെ വീട്ടിലേക്കും വരാൻ തുടങ്ങി. അങ്ങനെ അവർക്കിടയിലുള്ള അകലം കുറയുകയും ഒരു ദിവസം അവിനാശ് ആശയോട് നമുക്ക് വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇത് കേട്ട ആശ സന്തോഷത്തിന്റെ പരമാവധി ഉയരത്തിൽ തന്നെ എത്തി. പക്ഷെ ആ സന്തോഷം സ്ഥിരമായിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ അവിനാശ് തൻ്റെ സ്റ്റീൽ ബിസിനസ് വിപുലീകരിക്കാനുള്ള ഒരാശയം ആശയോട് പങ്കുവച്ചു. അത് കേട്ട ആശയ്ക്കും വലിയ ആവേശമായി. പക്ഷെ ബിസിനസ് വികസിപ്പിക്കാൻ വലിയൊരു തുക വേണ്ടിവരുമല്ലോ. അതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം അവിനാശ് ആശയോട് പറഞ്ഞു, നമ്മൾ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ വിവാഹം കഴിക്കാനിരിക്കുകയാണ്. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതായിരിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര നീ എന്നെ സഹായിക്കണം. ഇവിടെയാണ് ആദ്യത്തെ റെഡ് ഫ്ലാഗ് വന്നത്. ഇവിടെ ആശ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. പക്ഷെ അവൾ അങ്ങനെ ചെയ്തില്ല. നമ്മൾ ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കാനിരിക്കുമ്പോൾ ഭർത്താവിനെ സഹായിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ.
ഇങ്ങനെയായിരുന്നു ആശയുടെ ചിന്ത. അവൾ ഇതുവരെയും സമ്പാദിച്ച് സൂക്ഷിച്ചിരുന്ന സേവിങ്സ് എടുത്തു. അതിനു പുറമെ സ്വന്തം പേരിൽ ബാങ്കിൽ നിന്നും ചെറിയൊരു ലോൺ എടുത്തു. കൂടാതെ സുഹൃത്തുക്കളിൽ നിന്നും ഒരു ചെറിയ തുക കടം വാങ്ങി. ഇങ്ങനെ മൊത്തത്തിൽ 40 ലക്ഷം രൂപ അവിനാശിന് നൽകി. അതിനു പുറമെ 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും അവൾ കൈമാറി. ഇത് ആശയുടെ നല്ല മനസ്സിനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ലോകത്ത് നല്ല മനസ്സുള്ള ആളുകൾക്ക് എത്ര വലിയ അപകടമുണ്ടാകുമെന്നെല്ലാം അവൾ പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. പണം ലഭിച്ചതിന് ശേഷം അവിനാശ് തന്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നതായി നടിച്ചു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. 2024 ഡിസംബർ മാസത്തിൽ എൻ്റെ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് അവിനാശ് പറഞ്ഞു. അങ്ങനെ ആശയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആശ അതീവ സന്തോഷത്തോടെ സമ്മതിച്ചു. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയായിരിക്കും വിളിച്ചത് എന്ന് അവൾ കരുതി. വലിയ ആവേശത്തോടെ അവൾ അവിനാശിന്റെ വീട്ടിലേക്ക് പോയി. ആദ്യമെല്ലാം അവൾ വിചാരിച്ചതുപോലെ സുഖകരമായി തന്നെ തോന്നി. വീട്ടിലെത്തിയപ്പോൾ അവിനാശ് ആശയ്ക്ക് ജ്യൂസ് നൽകി. ജ്യൂസ് കുടിച്ച് തീർന്ന ഉടനെ സ്വകാര്യമായി സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് അവൾ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പോകുന്ന വഴിയിൽ ആശയ്ക്ക് പെട്ടെന്ന് തലവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു. എന്നാൽ അതിനെ അധികം ഗൗനിക്കാതെ അവൾ അവിനാശിനൊപ്പം മുറിയിലേക്ക് പോയി. അവർ സംസാരിക്കുന്നതിനിടെ ആശയ്ക്ക് തലചുറ്റലും ബോധക്ഷയവും അനുഭവപ്പെട്ടു. പതിയെ അവൾ ബോധം കെട്ടു വീണു. ആ അവസരം മുതലെടുത്ത് അവിനാശ് ആശയോട് തെറ്റായ രീതിയിൽ പെരുമാറി. ആശയെ വീട്ടിലെത്തിയ ശേഷം അവിനാശ് പതിയെ അവളെ ഒഴിവാക്കാൻ തുടങ്ങി. ആശയുടെ ഫോൺ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒന്നും മറുപടി നൽകാതെയായി. അവളെ പൂർണ്ണമായും അവഗണിച്ചു. ഇത് കണ്ട് ഭയന്ന ആശ അവിനാശിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇതുവരെയും നല്ലവനായി നടിച്ചിരുന്ന അവിനാശ് ഇനി അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി. അവൻ തുറന്നു പറഞ്ഞു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല. അവിനാശിന്റെ വാക്കുകൾ കേട്ട ആശ തകർന്നു പോയി. പക്ഷെ ഉടൻ തന്നെ അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. താൻ സ്വന്തമായി സമ്പാദിച്ച 40 ലക്ഷം രൂപയും 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും അവന് നൽകിയ കാര്യം. വിവാഹം വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഞാൻ നൽകിയ പണവും ആഭരണവും ഉടൻ തിരിച്ചു നൽകണം എന്ന് ആശ ഉറച്ചു പറഞ്ഞു. ഇത് കേട്ട അവിനാശ് ശാന്തമായി തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ പുറത്തെടുത്ത് അതിലെ ഒരു വീഡിയോ പ്ലേ ചെയ്തു. ആ വീഡിയോ കണ്ട നിമിഷം ആശ തകർന്നുപോയി. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെ നിന്നാണ് അവിനാശിന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. ആശയെ വീട്ടിലേക്ക് വിളിച്ച ദിവസം അവൾ കുടിച്ച ജ്യൂസിൽ അനസ്തീഷ്യ മരുന്ന് കലർത്തിയിരുന്നു. അവൾ ബോധരഹിതയായിരിക്കുമ്പോൾ അവളെ ദുരുപയോഗം ചെയ്തതും അതിൻ്റെ വ്യക്തമായ വീഡിയോ എടുത്തതുമെല്ലാം അവിനാശായിരുന്നു. പക്ഷെ ഇതിലെ ഏറ്റവും ഭീകരമായ കാര്യം എന്താണെന്നറിയാമോ? ആ വീഡിയോ എടുത്തത് മറ്റാരുമല്ല, അവൻ്റെ അമ്മ തന്നെയായിരുന്നു. ക്യാമറാമാനെ പോലെ നിന്നുകൊണ്ട് അവർ മുഴുവൻ ദൃശ്യവും പകർത്തി. അവിനാശ് ആ വീഡിയോ ചോർത്തുമെന്ന് ഭയപ്പെടുത്തി ആശയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമ്മൾ ആമുഖത്തിൽ കണ്ടത്. ആശ ഡിപ്രഷനിലായി, ആരോടും സംസാരിക്കാതെയായി. പക്ഷെ കൗൺസിലിങ്ങിന് പോയ ശേഷം അവൾ മനസ്സിലാക്കി, ഇവനെ ശിക്ഷിക്കാത്ത പക്ഷം എത്ര പെൺകുട്ടികളെ ഇനി അവൻ ചതിക്കും. അത് ഒരിക്കലും നടക്കാൻ അനുവദിക്കരുത്. അങ്ങനെ 2025 സെപ്റ്റംബർ മാസം 2 ആശ നേരെ ബാഗേശ്വരി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിനാശിനെതിരെ പരാതി നൽകി. പക്ഷെ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അവിനാശിനെതിരെ പരാതി നൽകിയിരുന്നത് ഒരാൾ മാത്രമല്ല, 2 പേർ. ആശ മാത്രം അല്ല, അനിത എന്ന പേരിൽ മറ്റൊരു യുവതിയും പരാതി നൽകിയിരുന്നു. ആശയെ ചതിച്ച ശേഷം അവൾ ഭയന്ന് മിണ്ടാതിരിക്കുന്നത് അവിനാശിന് വീണ്ടും അതേ കുറ്റം ചെയ്യാനുള്ള ധൈര്യം നൽകി. അങ്ങനെ 2025 ഏപ്രിൽ മാസത്തിൽ അശോക ഗാർഡൻ പ്രദേശത്ത് താമസിച്ചിരുന്ന അനിതയെയും അതേ മാട്രിമോണിയൽ സൈറ്റിലൂടെ പരിചയപ്പെട്ടു. അതേ രീതിയിൽ വിശ്വാസം നേടി. 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് നടത്തി. വീട്ടിലേക്ക് വിളിച്ചു, മരുന്ന് നൽകി ദുരുപയോഗം ചെയ്തു, വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇപ്പോൾ ആശയും അനിതയും ഒരുമിച്ച് മുന്നോട്ട് വന്നു. 2025 സെപ്റ്റംബർ മാസം 3 പോലീസ് അവിനാശിനെ അറസ്റ്റ് ചെയ്തു. ആദ്യം അവൻ മിണ്ടാതിരുന്നു. പക്ഷേ പോലീസ് കടുത്ത ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടെ സമ്മർദ്ദം സഹിക്കാനാകാതെ എല്ലാം തുറന്നു പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത്രയും കാലം നീ എത്ര ആളുകളെ ചതിച്ചു, എത്ര പാവം പെൺകുട്ടികളെ ചതിച്ചുവെന്നായിരുന്നു പോലീസിന്റെ മനസ്സിൽ വന്നത്. അവന്റെ യഥാർത്ഥ പേര് അവിനാശ് പ്രജാപതി. മധ്യപ്രദേശിലെ നർസിംഗ്പൂർ ജില്ല സ്വദേശിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം കോൺട്രാക്ടറായി ജോലി ചെയ്തു. കൺസ്ട്രക്ഷൻ സൈറ്റുകൾക്ക് സാധനം വിതരണം ചെയ്തിരുന്നു. ആ സമയത്ത് വീട്ടുകാർ നോക്കിയ ഒരു പെൺകുട്ടിയുമായി അവൻ വിവാഹം കഴിച്ചു. തുടക്കത്തിലെല്ലാം നന്നായി പോയി. പക്ഷെ ചില കാരണങ്ങളാൽ വിവാഹം തകർന്നു. വിവാഹമോചനം നേടി. വിവാഹമോചനത്തിന് ശേഷം അവൻ ഡിപ്രഷനിലായി. അതിൽ നിന്നും മാറാൻ ഫിറ്റ്നസിലേക്കും ലക്ഷറി ലൈഫ് സ്റ്റൈലിലേക്കും ശ്രദ്ധ തിരിച്ചു. കാറുകളും ബൈക്കുകളും അവന് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പുതിയ കാർ വാങ്ങാൻ ഷോറൂമിലേക്ക് പോയപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ചന്ദ്രിക എന്ന സെയിൽസ് എക്സിക്യൂട്ടീവിനെ പരിചയപ്പെട്ടു.
ആദ്യം സുഹൃത്തുക്കളായി സംസാരിച്ച ഇവർ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പ്രണയത്തിലായി, പിന്നീട് വിവാഹിതരായി. ഇപ്പോൾ അവിനാശിന്റെ ജീവിതം വീണ്ടും സന്തോഷകരമാകുന്നത് പോലെ തോന്നി. വിവാഹത്തിന് ശേഷം ഇവർ ഇരുവരും ആഡംബര ജീവിതം തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളും വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്തു. വിദേശ യാത്രകൾ, പാർട്ടികൾ, നിരവധി കാറുകൾ, ബൈക്കുകൾ. ഒരു പവർ കപ്പിൾ പോലെ ജീവിച്ചു. പക്ഷെ അവർ പണം സേവ് ചെയ്യാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അപ്രതീക്ഷിതമായി അവരുടെ കൺസ്ട്രക്ഷൻ ബിസിനസ് നഷ്ടത്തിലായി. ആഡംബര ജീവിതത്തിൽ മുങ്ങിയവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയാതെയായി. അങ്ങനെ അവർ തെറ്റായ വഴിയിലൂടെ പണം സമ്പാദിക്കാൻ തീരുമാനിച്ചു. അതിനായി നിരവധി രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികൾ ആരംഭിച്ചു. ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന് പറഞ്ഞ് പണം ഇരട്ടിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരെയും വഞ്ചിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടുന്ന പണമെല്ലാം ആഡംബരമായി ചിലവഴിക്കുകയും അതിന്റെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഇത് കണ്ട ആളുകൾ ഇവരെ പോലെ നമുക്കും പെട്ടെന്ന് സമ്പന്നരാകാമെന്ന് വിശ്വസിച്ച് അവരുടെ സ്കീമുകൾ നിക്ഷേപിക്കാൻ തുടങ്ങി. ഒരു നിശ്ചിത തുക ലഭിച്ചാൽ ചന്ദ്രികയും അവിനാശും ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറും. പിന്നെ അവിടെ വീണ്ടും തട്ടിപ്പ് ആരംഭിക്കും. അവരൊരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ചതിച്ചതായി പറയപ്പെടുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2023 ഏപ്രിൽ മാസം 24 ആദ്യമായി UPയിലെ ഝാൻസിയിലെ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ആദ്യമായി പരാതി രജിസ്റ്റർ ചെയ്യുന്നത്. പോലീസ് അവിനാശിനെയും ചന്ദ്രികയെയും ചന്ദ്രികയുടെ സഹോദരൻ സൂരജിനെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവരെ ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ അടച്ചു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഇനി എന്ത് ചെയ്യണം എന്ന ചിന്തയിലായിരിക്കുമ്പോഴാണ് ചന്ദ്രികയുടെ മനസ്സിൽ ഒരു ക്രൂരമായ പദ്ധതി രൂപം കൊണ്ടത്. ഒരു പെൺകുട്ടിക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരാശയം. വിവാഹിതരായ പിന്നീട് വിവാഹമോചനം നേടിയ സ്ത്രീകളെ ലക്ഷ്യം വയ്ക്കാൻ തീരുമാനിച്ചു. കാരണം വിവാഹ ജീവിതത്തിൽ മാനസികമായി തകർന്ന സ്ത്രീകൾ വളരെ വൾണറബിൾ ആയിരിക്കും. അവരെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കാം. കൂടാതെ അവരെ മാനഭംഗപ്പെടുത്തി വീഡിയോ വഴി ബ്ലാക്ക്മെയിൽ ചെയ്യാം. അതിലൂടെ അവർ പുറത്തു വന്ന് പരാതി നൽകാൻ പോലും ധൈര്യപ്പെടില്ല. ഈ പദ്ധതി നടപ്പിലാക്കാൻ അവർ ഗ്രാമപ്രദേശത്ത് ഒരു വീഡിയോ വാടകയ്ക്കെടുത്തു. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി. അവിനാശിന് വേണ്ടി മാട്രിമോണിയൽ സൈറ്റിൽ ഒരു ഫേക്ക് പ്രൊഫൈൽ സൃഷ്ടിച്ചു. അതിന് പുറമെ ചന്ദ്രികയും ഒരു വ്യാജ സോഷ്യൽ മീഡിയ ID ഉണ്ടാക്കി. അതിലൂടെ വല വിരിച്ചു. ആ വലയിൽ കുടുങ്ങിയത് ആശയും അനിതയും മാത്രം അല്ല. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അറിയണ്ടേ? അവിനാശിന്റെ അമ്മയായി അഭിനയിച്ചിരുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ അവന്റെ അമ്മയല്ല. അവൾ അവന്റെ ഗേൾഫ്രണ്ടായ ചന്ദ്രിക തന്നെയായിരുന്നു. പണത്തിനായി അവൾ ഒരു വയസ്സായ സ്ത്രീയെ പോലെ അഭിനയിച്ചു. അതിലുപരി സ്വന്തം ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നത് പോലും ക്യാമറയിൽ പകർത്തി. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലേ? ഈ കേസ് മാത്രമല്ല, 3 സംസ്ഥാനങ്ങളിലായി 8 കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേർ പരാതിയുമായി മുന്നോട്ട് വന്നു. പക്ഷെ ദുഃഖകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് അവിനാശിനെ മാത്രമാണ്. ചന്ദ്രിക ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിൽ നിന്ന് നമുക്ക് വ്യക്തമായ ഒരു പാഠമുണ്ട്. ഈ ലോകത്തിൽ ദുഷ്ടർ എപ്പോഴും ദുഷ്ടരായി തന്നെ നമ്മുടെ മുന്നിൽ എത്താറില്ല. ചിലപ്പോൾ അവർ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ കൈത്താങ്ങാകുന്ന സുഹൃത്തുക്കളായി വരാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ വന്ന ദൈവദൂതന്മാരായി വരാം. ആശ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവിനാശിനെ വിശ്വസിച്ചതല്ല. പരിശോധന ഒന്നുമില്ലാതെ അതീവ വേഗത്തിൽ ആ വിശ്വാസം മുഴുവനും കൈമാറിയതാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ ഒരാൾ സുന്ദരമായി സംസാരിക്കുന്നു, ലക്ഷറി ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ വെച്ചുകൊണ്ട് ഒരാളെ നല്ല മനുഷ്യൻ എന്ന് വിലയിരുത്തരുത്. ഇന്നത്തെ കാലത്ത് ഈ വ്യക്തിത്വം മാറ്റുന്നത് വസ്ത്രം മാറ്റുന്നതിലും എളുപ്പമാണ്. ജീവിതത്തിൽ ഒരു 2ാം അവസരം ലഭിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം ശാപമായി മാറാതിരിക്കാൻ വികാരങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകണം. സ്നേഹിക്കുക, പക്ഷെ ബുദ്ധി നഷ്ടപ്പെടുത്തരുത്. സഹായിക്കുക, പക്ഷെ നിങ്ങളുടെ അധ്വാനവും ആത്മാഭിമാനവും നഷ്ടപ്പെടുത്തുന്നതാകരുത്. മുറിവേറ്റ മനസ്സിന് സുഖപ്പെടാൻ സമയം കിട്ടും, പക്ഷേ വഞ്ചനയിൽ നഷ്ടമായ ജീവിതം തിരികെ കിട്ടുകയില്ല. സ്ട്രേഞ്ചേഴ്സ് എപ്പോഴും ഡേഞ്ചർ തന്നെ, അതൊരിക്കലും മറക്കരുത്. വീണ്ടും ഈ വീഡിയോയിൽ പറയേണ്ട ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടെയുണ്ട്. പോലീസ് അവിനാശിനെ അറസ്റ്റ് ചെയ്ത് ഫോൺ, ലാപ്ടോപ്പ് ഇവയെ പരിശോധിച്ചപ്പോൾ ഏകദേശം 50 മുതൽ 60 സ്ത്രീകളുടെ വിവരങ്ങൾ കണ്ടെത്തി. അവരെല്ലാം മാട്രിമോണിയൽ സൈറ്റിലൂടെ ലക്ഷ്യം വെച്ചിരുന്നു. അതിലും ദുഃഖകരമായ കാര്യം, ആശയും അനിതയും പോലെ നിരവധി സ്ത്രീകൾ മാനഭംഗം സംഭവിച്ചതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പണവും ആത്മവിശ്വാസവും എല്ലാം നഷ്ടപ്പെടുത്തി. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും നിരവധി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ പോലീസ് പിടിച്ചെടുത്തു. വാസ്തവത്തിൽ അവരൊരു വലിയ ഡിജിറ്റൽ ഫ്രോഡ് ഫാക്ടറി തന്നെയാണ് നടത്തിയിരുന്നത്. ഇതാണ് ഈ കേസിന്റെ നടുക്കം നിറഞ്ഞൊരു സത്യം. രണ്ടാമത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരം, ഇവരുടെ തട്ടിപ്പ് ഒരു ഫോൺ കോളിലോ 2 വാക്കിലോ ഒതുങ്ങിയില്ല. അവിനാശ് ഒരു പെൺകുട്ടിയെ ലക്ഷ്യം വെച്ചാൽ അവളുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുമായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത്, അവളുടെ ബലഹീനത എന്ത്, കുടുംബ പശ്ചാത്തലം, സാമ്പത്തിക സ്ഥിതി എല്ലാം ഒരു ഡാറ്റാ ഷീറ്റിൽ കുറിച്ചു വെക്കും. പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് പോലെ അവളുടെ മനസ്സിലേക്ക് കയറും. അതുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ പോലും അവന്റെ വലയിൽ കുടുങ്ങിയത്.
മൂന്നാമത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരം, ചന്ദ്രിക ഇതുവരെ പിടിയിലായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവൾ സാധാരണക്കാരിയല്ല. മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന സമാജ്വാദി പാർട്ടി പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവൾക്ക് പ്രധാനപ്പെട്ടൊരു സ്ഥാനമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല, നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പമുള്ള ഫോട്ടോസ് അവൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി അവൾ പലരെയും ഭീഷണിപ്പെടുത്തിയിരിക്കാം എന്നാണ് സംശയം. ഇതുതന്നെയാണ് പലരും പോലീസിൽ പരാതി നൽകാൻ മടിച്ചതിന്റെ ഒരു കാരണവും. നാലാമത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരം, അവിനാഷ് പെൺകുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്യുമ്പോഴെല്ലാം ചന്ദ്രിക തന്നെയാണ് അത് വീഡിയോ ആയി റെക്കോർഡ് ചെയ്തത്. അതൊരു സാധാരണ വീഡിയോ അല്ല. അവൾ ആ മുറിയിൽ രഹസ്യമായി സ്പൈ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പല ആംഗിളിൽ നിന്നും സിനിമ ഷൂട്ടിംഗ് പോലെ ദൃശ്യങ്ങൾ പകർത്തി. പിന്നീട് ആ വീഡിയോ ഉപയോഗിച്ച് ഇരകളെ മാനസികമായി പീഡിപ്പിച്ചു. അടുത്ത് അഞ്ചാമത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരം, അവിനാഷിന്റെ അമ്മയായി അഭിനയിച്ചത് ചന്ദ്രിക തന്നെയായിരുന്നു. അതെങ്ങനെയെന്നറിയണ്ടേ? വെളുത്ത നിറത്തിലുള്ള വിഗ് ധരിച്ചു, മുഖത്ത് ചുളിവുകൾ പോലെ മേക്കപ്പ് ചെയ്തു. ഒരു 30 വയസ്സുകാരി 60 വയസ്സുകാരിയായ അമ്മൂമ്മയായി മാറി. അങ്ങനെയാണ് ആശയുടെ മുന്നിൽ വന്ന് നിന്നത്. ഇതൊരു സിനിമയല്ല, യഥാർത്ഥ ജീവിതത്തിലെ ഒരു ക്രൂര നാടകമാണ്. ആറാമത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരം, ആശയ്ക്ക് നൽകിയ ജ്യൂസിൽ സാധാരണ സ്ലീപ്പിംഗ് പിൽസ് അല്ലായിരുന്നു. അത് മെമ്മറി ലോസിന് കാരണമാകുന്ന ഒരു മരുന്നായിരുന്നു. തലച്ചോറിന്റെ പ്രവർത്തനം താൽക്കാലികമായി മന്ദഗതിയിലാക്കുന്ന മരുന്ന്. അതുകൊണ്ടാണ് സംഭവിച്ചത് എന്തെന്ന് ആശയ്ക്ക് ഉടൻ തന്നെ ഓർത്തെടുക്കാൻ കഴിയാത്തത്. ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് സത്യാവസ്ഥ മനസ്സിലായത്. അടുത്ത് ഏഴാമത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, അവർ താമസിച്ചിരുന്ന ആ വീട് ഒരു സാധാരണ വാടക വീടല്ല. മാസം 1 ലക്ഷം രൂപ വാടക. അതുകൂടാതെ അവിനാഷിന് ബെൻസ് കാറുകൾ, വിദേശനായ പിഗ്ബുൾ, ഇതെല്ലാം എന്തിനായിരുന്നുവെന്ന് അറിയണ്ടേ? ഇത്ര വലിയ കോടീശ്വരൻ പോലെ തോന്നുന്ന ആൾക്ക് നമ്മുടെ പണം എന്തിന് എന്ന ചിന്ത ഇരകളിൽ ഉണ്ടാക്കാനാണ്. ഇത് മുഴുവനും ഒരു മാനസിക കളിയായിരുന്നു, സൈക്കോളജിക്കൽ മൂവ്. എട്ടാമത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരം, ആശയെയും അനിതയെയും ചതിച്ചെടുത്ത 80 ലക്ഷത്തിലധികം രൂപ ഒളിപ്പിച്ച് വിദേശത്തേക്ക് രക്ഷപ്പെടാൻ അവർ പദ്ധതിയിട്ടിരുന്നു. പോലീസ് ഒരാഴ്ച വൈകിയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും ദുബായിലോ മറ്റേതെങ്കിലും രാജ്യത്തിലോ എത്തിയേക്കാമെന്നാണ് അന്വേഷണത്തിൽ പറയുന്നത്. അടുത്ത കാര്യം, ഇപ്പോൾ വരെയും അറസ്റ്റ് ചെയ്തത് അവിനാഷിനെ മാത്രമാണ്. ചന്ദ്രിക ഒളിവിലാണ്. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവിനാഷ് പറഞ്ഞത് ഇതെല്ലാം ചന്ദ്രികയുടെ ഐഡിയയാണ്. മറ്റൊരു പെൺകുട്ടിയോട് ഇങ്ങനെയെല്ലാം ക്രൂരമായി പെരുമാറി വീഡിയോ എടുക്കണമെന്നുള്ള പദ്ധതി അവൾക്കായിരുന്നു. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. എങ്കിലും പണം വേണ്ടതിനാൽ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. അവൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു. ഇത് സത്യമായാലും അല്ലെങ്കിലും കുറ്റം ചെയ്തത് ഇരുവരും ചേർന്നാണ്. അടുത്ത കാര്യം, സാധാരണ ഹണി ട്രാപ്പ് കേസുകളിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി പുരുഷന്മാരെ വലയിലാക്കി പണം തട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനെ ഉപയോഗിച്ച് മറ്റു സ്ത്രീകളെ ഹണി ട്രാപ്പിൽ കുടുക്കി. ഇന്ത്യൻ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും അപൂർവവും ക്രൂരമായ കേസുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചന്ദ്രികയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ കേസിലൂടെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് സ്ട്രേഞ്ചർ ഡേഞ്ചേഴ്സ് ആണ്. സുന്ദരമായി സംസാരിക്കുന്നവരും സമ്പന്നരായി തോന്നിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ ഗ്ലാമറസ് ജീവിതം കാണിക്കുന്നവരും ഇതെല്ലാം സത്യസന്ധരാണെന്ന് കരുതരുത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ കൊണ്ടെത്തിക്കുന്നതും നമ്മുടെ ചാനലിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.